വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നലെ നമ്മൾ ഓസിലേഷൻ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെലോസിറ്റി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, സൊല്യൂഷൻ അല്ലേ? അപ്പോൾ എക്സ് എന്തായിരുന്നു? എ കോസ് ഒമേഗ ടി പ്ലസ് 50. ഇവിടെ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ്? വി ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. അപ്പൊ നമുക്കത് ഇവിടെ കൊടുക്കാമല്ലോ. അപ്പൊ ഡി എക്സ് ബൈ ഡി ടി കൊടുക്കുമ്പോൾ എന്ത് വരും? ഡി ബൈ ഡി ടി ഓഫ് എക്സ് എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? എ കോസ് ഒമേഗ ടി പ്ലസ് 50. ഇതാണല്ലോ നമ്മുടെ കയ്യിലുള്ളത്. ഇനി എന്ത് ചെയ്യാ? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് വരും? എ നമ്മൾ പുറത്ത് എടുത്തെഴുതി, അതൊരു കോൺസ്റ്റന്റ് ആണ്. ഇനി കോസ് ഒമേഗ ടി പ്ലസ് 50യുടെ ഡെറിവേറ്റീവ് എന്ത് വരും? മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് 50. കഴിഞ്ഞോ? ഇല്ല, ഒരു ടേമും കൂടെ ഉണ്ട്. ഏതാണ്? ഒമേഗ ടി. അപ്പൊ ഇൻറ്റു ഒമേഗ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് 50 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് വി ഇങ്ങനെ കിട്ടി അല്ലെ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കണേ. നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്? ഈക്വൽ ടു 1 ആണ് അല്ലെ? അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് സൈൻ സ്ക്വയർ തീറ്റ കണ്ടുപിടിക്കാമല്ലോ. സൈൻ സ്ക്വയർ തീറ്റ എന്ത് വരും? 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും, ആണല്ലോ. ഇനി നോക്കി, ഇവിടെ നിന്ന് എനിക്ക് സൈൻ സ്ക്വയർ തീറ്റ, അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ എന്ത് വരും? സൈൻ തീറ്റ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ഇങ്ങനെ കിട്ടത്തില്ലേ? അപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരു സൈൻ തീറ്റ ടേം ഉണ്ട്. അപ്പം ഈ ഒരു ഫോമിൽ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാമല്ലോ. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? വി ഈക്വൽ ടു മൈനസ് എ ഒമേഗ അതേപോലെ എഴുതി. സൈൻ തീറ്റനെ എങ്ങനെ എഴുതണം? റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ഇവിടെ നമുക്ക് തീറ്റ ആരാ? ഒമേഗ ടി പ്ലസ് 50 ആണ് തീറ്റ. ഓക്കെ, ഇത്രയും നമുക്ക് കിട്ടി. എക്സ് എന്ന് പറയുന്നത് എ കോസ് ഒമേഗ ടി പ്ലസ് 50 ആണ് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്നും എനിക്ക് കോസ് ഒമേഗ ടി പ്ലസ് 50 എന്ത് കിട്ടും? ഇവിടെ നിന്നും ദാ ഈ എനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ പോരെ. ദറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ എ എന്ന് കിട്ടും. നോക്കിയേ, എൻ്റെ കയ്യിൽ ദാ ഈ ഒരു ടേം ഉണ്ട്. ഈ ഒരു ടേമിന് ഞാൻ എന്ത് കൊടുക്കും? എക്സ് ബൈ എ എന്ന് കൊടുക്കും. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? വി ഈക്വൽ ടു മൈനസ് എ ഒമേഗ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ബൈ എ ദ ഹോൾ സ്ക്വയർ. കോസ് സ്ക്വയർ അല്ലേ ചോദിച്ചേക്കുന്നത്, അതുകൊണ്ടാണ് എക്സ് ബൈ എ. എക്സ് ബൈ എ എവിടുന്നാ കിട്ടിയത്? ദാ ഇവിടെ നിന്ന്, ഈ നമ്മുടെ എക്സിന്റെ സൊല്യൂഷനിൽ നിന്നുമാണ് കിട്ടിയത്. അപ്പൊ ഇത്രയും കിട്ടി. ഇനി നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് എക്സ് ബൈ എ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ. ഇനി ഇതിന്റെ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വി ഈക്വൽ ടു മൈനസ് എ ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ. ഇനി ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? എ സ്ക്വയറിനെ റൂട്ടിന് വെളിയിൽ എടുക്കുന്നു. റൂട്ടിന് വെളിയിൽ എടുക്കുമ്പോൾ എന്ത് വരും? എ വരും അല്ലെ? അപ്പം വി ഈക്വൽ ടു മൈനസ് എ ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എ എന്ന് വരും. റൂട്ടിന് വെളിയിൽ സ്ക്വയറിനെ എടുത്തതാണ്. അപ്പൊ എ ക്യാൻസൽ ആയി പോയി. ഫൈനലി നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? വി ഈക്വൽ ടു മൈനസ് ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് നമ്മുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പഠിച്ചു വെക്കണം. 2 സ്പെഷ്യൽ കേസും കൂടെ ഉണ്ട്. മീൻ പൊസിഷനിലാണെങ്കിൽ നമുക്ക്
എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ ഈ എക്സ് എന്ന് പറയുന്നത് ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? v ഈക്വൽ ടു നമുക്ക് മാക്സിമം വെലോസിറ്റി ആയിരിക്കും അവിടെ കിട്ടുന്നത്. അപ്പൊ എന്താണ് ഇവിടെ നോക്കി, നിങ്ങൾ ഈ എക്സിന് 0 ഇട്ട് കൊടുക്കുക. ഇവിടെ എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പം എന്ത് സംഭവിക്കും? മൈനസ് ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ. എ സ്ക്വയർ റൂട്ടിന് വെളി വരുമ്പം എ എന്ന് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എക്സ്ട്രീം പൊസിഷനിൽ വരുമ്പോ വി എന്ന് അതായത് എക്സ് എന്ന് പറയുന്നത് എക്ക് ഈക്വൽ ആണ്. സോ വി എന്ന് പറയുന്നത് എന്ത് കിട്ടും? നമുക്ക് 0 എന്ന് കിട്ടും. ഈ എക്സ് എന്ന് പറയുന്ന ആളിനെ നമ്മൾ മുമ്പേ കണ്ട ഇക്വേഷൻ ഇല്ലേ, ഏതാ? ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് വെലോസിറ്റി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. അപ്പൊ ഇത് നല്ലപോലെ പഠിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.